ബാങ്കിംഗ് ഒരു വലിയ വിഭാഗം ജനതയ്ക്ക് വിദൂര സ്വപ്നം മാത്രമായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിലായിരുന്നു ഇത് കൂടുതൽ. അതിനാൽ ജനങ്ങൾ പണം വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. കൂടാതെ വായ്പകൾക്കായി ഉയർന്ന പലിശ നിരക്കിൽ അനൗപചാരിക സാമ്പത്തിക സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. ഈ സ്ഥിതിക്ക് വിപ്ലവകരമായ മാറ്റവുമായാണ് 2014 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇത് ഇന്ന് മാറിയിരിക്കുകയാണ്. പദ്ധതിക്ക് 11 വർഷം തികയുമ്പോൾ ഗ്രാമീണ ബാങ്ക് അക്കൗണ്ടുകളുടെ വർധന മുതൽ ഡിജിറ്റൽ ഇടപാടുകളിലെ കുതിച്ചുചാട്ടം വരെ അതിന്റെ നേട്ടങ്ങൾ രാജ്യവ്യാപകമായി ദൃശ്യമാണ്. ഓഗസ്റ്റ് 28 ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭങ്ങളിൽ ഒന്നാണ്. പദ്ധതി പ്രകാരം 56.16 കോടിയിലധികം ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് പകുതിയോടെ മൊത്തം നിക്ഷേപങ്ങൾ 2.67 ലക്ഷം കോടിയിലെത്തി. 56% ജൻധൻ അക്കൗണ്ടുകളും സ്ത്രീകളുടേതാണ്. സാമ്പത്തിക ഉൾപ്പെടുത്തലിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പദ്ധതിയുടെ പങ്ക് എടുത്തുകാണിക്കുന്നതാണ് ഈ കണക്ക്. ബാങ്കിംഗ് സേവനങ്ങളുടെ ഭാഗമല്ലാത്തവർക്ക് അടിസ്ഥാന സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുറക്കൽ, സുരക്ഷിത പണമിടപാട്, മൈക്രോ ഇൻഷുറൻസ്, മൈക്രോ ക്രെഡിറ്റ് പോലുള്ള ധനസഹായം എന്നിവയാണ് പദ്ധതിയുടെ കാതലായ തത്വങ്ങൾ. വ്യക്തികളുടെ വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത സമഗ്ര പദ്ധതിയാണ് PMJDY. ഇത് സാമ്പത്തിക സുരക്ഷയും ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നു. സീറോ ബാലൻസ് അക്കൗണ്ടുകൾ, ബിൽറ്റ് ഇൻ ഇൻഷുറൻസ് ഉള്ള റൂപേ ഡെബിറ്റ് കാർഡുകൾ, ഓവർഡ്രാഫ്റ്റ് ഓപ്ഷനുകൾ, വിദൂര സ്ഥലങ്ങളിലെ ബിസിനസ് കറസ്പോണ്ടന്റുകൾ വഴിയുള്ള സേവനങ്ങൾ തുടങ്ങിയ സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സംരംഭം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ചയെയും സാമൂഹിക തുല്യതയെയും പിന്തുണയ്ക്കുന്നു. കൂടാതെ സാമ്പത്തിക സ്ഥിരതയ്ക്കായി ഗുണഭോക്താക്കളെ മറ്റ് സർക്കാർ പദ്ധതികളുമായി ബന്ധിപ്പിക്കുന്നതിലും പദ്ധതി വലിയ പങ്കുവഹിക്കുന്നു. സ്റ്റാൻഡേർഡ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ യോഗ്യതയുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടും തുറക്കാം. ഇത്തരം അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതില്ല. ബാങ്ക് ശാഖകൾ, ATMകൾ, ബിസിനസ് കറസ്പോണ്ടന്റുകൾ എന്നിവ വഴി ഇടപാടുകൾ നടത്താം. പണം പിൻവലിക്കൽ പ്രതിമാസം പരമാവധി 4 പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഔദ്യോഗിക നിയമപരമായ രേഖകളില്ലാത്ത വ്യക്തികൾക്ക് സ്മോൾ അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഇവയ്ക്ക് 12 മാസത്തേക്ക് സാധുതയുണ്ട്. ആദ്യ വർഷത്തിനുള്ളിൽ ഔദ്യോഗികമായി സാധുതയുള്ള രേഖയ്ക്കുള്ള അപേക്ഷയുടെ തെളിവ് സമർപ്പിച്ചാൽ 12 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാവുന്നതാണ്. എല്ലാ ഗുണഭോക്താക്കൾക്കും 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുള്ള സൗജന്യ റൂപേ ഡെബിറ്റ് കാർഡും ലഭിക്കും. ഗുണഭോക്താക്കൾക്ക് 10,000 രൂപ വരെയുള്ള ഓവർഡ്രാഫ്റ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ബാങ്കിംഗ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനായി ബാങ്ക് റീറ്റെയിൽ ഏജന്റുമാരാണ് ബിസിനസ് കറസ്പോണ്ടന്റുകൾ അഥവാ ബാങ്ക് മിത്രങ്ങൾ. സേവിംഗ്സ്, നിക്ഷേപങ്ങൾ, പിൻവലിക്കലുകൾ, മിനി സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ ലഭ്യമാക്കാൻ ഗുണഭോക്താക്കളെ ഇവർ സഹായിക്കുന്നു. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, അടൽ പെൻഷൻ യോജന, മുദ്ര സ്കീം എന്നിവയിൽ ചേരുന്നതിന് PMJDY ഗുണഭോക്താക്കൾക്ക് സാധിക്കും. നിരവധി സാമ്പത്തിക ക്ഷേമ സംരംഭങ്ങളുടെ അടിത്തറയായി പ്രധാനമന്ത്രി ജൻധൻ യോജന മാറിയിട്ടുണ്ട്. 327 സർക്കാർ പദ്ധതികൾക്ക് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം പദ്ധതിയിലൂടെ സാധ്യമായി. ഇതുവഴി ഇടനിലക്കാരെ ഒഴിവാക്കാനും പദ്ധതിയുടെ ആനുകൂല്യം കൃത്യമായി ഗുണഭോക്താക്കളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും സാധിക്കുന്നു. 2015 14.72 കോടിയായിരുന്ന ജൻധൻ അക്കൗണ്ടുകൾ 2025 ഓഗസ്റ്റ് ആയപ്പോഴേക്കും 56.16 കോടിയിലധികമായി വളർന്നു. ഇതിൽ ഏകദേശം 67% ഗ്രാമ അർദ്ധ നഗരപ്രദേശങ്ങളിലും 33% ജൻധൻ അക്കൗണ്ടുകളും നഗരപ്രദേശങ്ങളിലുമാണ് തുറന്നത്. 56% ജൻധൻ ഗുണഭോക്താക്കളും സ്ത്രീകളാണ്. സാമ്പത്തിക ലഭ്യതയിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഈ പദ്ധതിയുടെ പങ്ക് ഇത് വ്യക്തമാക്കുന്നു. PMJJBY, PMSBY, APY പോലുള്ള സാമൂഹിക സുരക്ഷാ ക്രെഡിറ്റ് പദ്ധതികളും ലഭ്യമാക്കാൻ അസംഘടിത മേഖലയിലെ സ്ത്രീകൾക്ക് പദ്ധതി വളരെയേറെ പ്രയോജനം ചെയ്തു. PMJDY അക്കൗണ്ടുകളിലെ മൊത്തം നിക്ഷേപം 2015 മാർച്ചിൽ 15,670 കോടി രൂപയിൽ നിന്ന് 2,67,755 കോടി രൂപയായി വർദ്ധിച്ചു. ഇത് ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തിലുള്ള ഗുണഭോക്താക്കളുടെ വർദ്ധിച്ചുവരുന്ന വിശ്വാസത്തെയും സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ അവരുടെ സജീവ പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്നു. PMJDY അക്കൗണ്ട് ഉടമകൾക്ക് ഇതുവരെ മൊത്തം 38.68 കോടി റൂപേ ഡെബിറ്റ് കാർഡുകൾ നൽകിയിട്ടുണ്ട്.
ഇത് പണരഹിത ഇടപാടുകൾ സുഗമമാക്കുകയും ഇൻബിൽറ്റ് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് വിപ്ലവത്തിന്റെ ആണിക്കല്ലാണ് PMJDY. റൂപേ കാർഡുകൾ പണരഹിത ഇടപാടുകൾക്ക് വഴിയൊരുക്കി. ആഗോളതലത്തിൽ തത്സമയ പേയ്മെന്റുകളിൽ ഇന്ത്യ ഇപ്പോൾ മുന്നിലാണ്. ദശലക്ഷക്കണക്കിന് ആളുകളെ ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ PMJDY നിർണായക പങ്ക് വഹിക്കുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന, അടൽ പെൻഷൻ യോജന തുടങ്ങിയ മുൻനിര പദ്ധതികളുടെ വ്യാപനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര ധനകാര്യ വകുപ്പ് 3 മാസത്തെ രാജ്യവ്യാപക ക്യാമ്പയിൻ നടത്തിവരികയാണ്. സെപ്റ്റംബർ 30 വരെ ക്യാമ്പയിൻ തുടരും. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സമഗ്രമായ കവറേജ് കൈവരിക്കാനും ഈ പരിവർത്തന പദ്ധതികളുടെ ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ യോഗ്യരായ ഓരോ പൗരനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഈ ക്യാമ്പയിൻ ശ്രമിക്കുന്നു. പ്രധാന പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനും സാമ്പത്തിക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി വിവിധ ജില്ലകളിലായി 2025 ജൂലൈ 31 വരെ ആകെ 99,753 ക്യാമ്പുകൾ നടത്തി ശ്രദ്ധേയമായി. ഈ ക്യാമ്പുകൾ കമ്മ്യൂണിറ്റി ഇടപെടൽ, എൻറോൾമെന്റ്, അപ്ഡേറ്റുകൾ, അവബോധ ശ്രമങ്ങൾ എന്നിവയ്ക്ക് സുപ്രധാനമായ ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ട്. PM ജൻധൻ യോജന 11 വർഷം പിന്നിടുമ്പോൾ ഈ സംരംഭം രാജ്യത്തിന്റെ സാമ്പത്തിക ആവാസ വ്യവസ്ഥയെ ഗണ്യമായി മാറ്റിമറിച്ചുവെന്ന് വ്യക്തമാണ്. 2014 ആരംഭിച്ച PMJDY ബാങ്ക് സൗകര്യമില്ലാത്തവരെ ഔപചാരിക ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമെന്ന വാഗ്ദാനം പാലിക്കുക മാത്രമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വികസനത്തിനായി ഒരു ശക്തമായ ചട്ടക്കൂട് സ്ഥാപിക്കുകയും ചെയ്തു. പദ്ധതി ഇന്ന് രാജ്യത്തിന്റെ ഏറ്റവും വിദൂര പ്രദേശങ്ങളിൽ പോലും എത്തിയിരിക്കുകയാണ്. സാമ്പത്തിക വളർച്ചയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി ഭാരതം വികസിത രാജ്യമാകാൻ അതിവേഗം കുതിക്കുകയാണ്.